നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്? കറന്റ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണ്. അതായത് അത്രയധികം സ്ട്രെസ് അവരിലുണ്ട്. അതുപോലെ തന്നെ അവരിൽ ആകെ കെട്ടി മൂടപ്പെട്ട അല്ലെങ്കിൽ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ദാറ്റ് മീൻസ് ഈ ഒരു സെപ്പറേഷൻ അവരെ അത്രയധികം ഒരു സപ്രഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം അവർക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അറിയുന്നുണ്ടാവില്ല അവർ ഇത്രയധികം എന്താണ് ദുഃഖിതനായിട്ട് അല്ലെങ്കിൽ ദുഃഖിതയായിട്ട് ലൈഫ് കൊണ്ടുപോവാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ. ആൻഡ് യെസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു സ്റ്റോം വാർണിംഗ് ആണ് കാണുന്നത്. അതായത് ചിലപ്പോൾ മറ്റു വ്യക്തികൾ അംഗീകരിക്കാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒത്തിരി ഒപ്പോസിഷൻസ് ഉണ്ടാവാം. ഫാമിലി സപ്പോർട്ട് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. വ്യത്യസ്തമായിട്ടുള്ള കാസ്റ്റ് ഉള്ള വ്യക്തികളായിരിക്കാം. അതിൻ്റെ പേരിലുള്ള ഒരു സ്ട്രഗിൾ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. അത്രയും റിസ്ക് ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് രണ്ടുപേർക്കും എന്ന് കാണുന്നുണ്ട്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. തികച്ചും അൺനോൺ ആയിട്ടുള്ള രണ്ട് പാത്തുകൾ അവരുടെ മുന്നിലുണ്ട്. അതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നറിയാൻ കഴിയാതെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഈ വ്യക്തിയിൽ ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത്രമാത്രം ഒരു വലിയ തരത്തിലുള്ള സ്ട്രഗിൾസ് അല്ലെങ്കിൽ ഒപ്പോസിഷൻസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. ഓക്കെ. യെസ്, ഡെഫിനറ്റ്ലി അവരുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഫിനാൻഷ്യലി ഒത്തിരി ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം. ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവാം. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാം. ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒത്തിരി അധികം ശ്രമിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അത്രയും ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട്. യെസ്, ഡെഫിനറ്റ്ലി ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂ തന്നെ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് കാണുന്നത്. ഓക്കെ. ആൻഡ് യെസ്, പക്ഷെ എങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. യെസ്, ആർക്കേഞ്ചൽ സാമുവൽ. ഓക്കെ, അത്രയും പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കോൺഫിഡൻസ് തരുന്ന തരത്തിലുള്ള ഒരു ഏഞ്ചൽ സപ്പോർട്ട് ഈ റിലേഷൻഷിപ്പിലുണ്ട്. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയധികം ട്രബിൾസ് ഉള്ള റിലേഷൻഷിപ്പ് ആണ് എന്ന് അറിയാമെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. ആൻഡ് യെസ്, അർക്കേഞ്ചൽ മിഖായേൽ. ഓക്കെ, പ്രണയത്തിന്റെ തന്നെ മാലാഖയായിട്ടുള്ള ഒരു ആർക്കേഞ്ചൽ മിഖായിലാണ് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ തുടർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുക. മനസ്സിനെ ശാന്തമാക്കാനുള്ള മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരുപാട് ഈ വ്യക്തി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ഏത് സിറ്റുവേഷൻ ആയിരുന്നാലും ചിലപ്പോൾ വ്യക്തികളോടായിരുന്നാലും ഈ വ്യക്തി ഫൈറ്റ് ചെയ്ത് നിങ്ങളെ അവർ നേടിയെടുക്കും എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ഈ വ്യക്തി മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത്രയും നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരണം, അവർക്ക് വേണം എന്ന് അവർ ചിന്തിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അതുകൊണ്ട് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യങ്ങളെ എതിർത്ത് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ അത്തരം സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനും ഈ വ്യക്തി എടുത്തിട്ടുള്ളത്. ഓക്കെ. യെസ്, അഗെയിൻ ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. അത്രയും
ഡീപ്പായിട്ടുള്ളൊരു സോൾ ബോണ്ടിങ് കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ. ഓക്കെ, അതായത് നിങ്ങൾ ഇത്രയും സെപ്പറേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലും ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ ഇത്രയധികം പ്രോബ്ലംസ് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇത്രയും കോൺഫിഡൻസും ആ ഒരു എക്സ്പെക്ടേഷനും ഉള്ളത്. ഓക്കെ, യെസ്. ഇപ്പോ ഈ വ്യക്തിയുടെ മനസ്സിലുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഫാമിലി ലൈഫ് തന്നെയാണ്. ഒരു ഹാപ്പി ഫാമിലി ആ വ്യക്തി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും. ഓക്കെ, മേ ബി നിങ്ങൾ ഒത്തിരി പേരും ഈ ഒരു സമയത്ത് റെയിൻബോസ് ഒക്കെ കാണുന്നുണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നിച്ച് ചേരും, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്നുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള വ്യക്തികളുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് ആഹ് സംഭവിച്ചു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യുക. എല്ലാം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. ഓക്കെ, ഒരുപാട് തരത്തിലുള്ള മാനിഫെസ്റ്റിംഗ് ടെക്നിക്സ് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഐ എം അട്രാക്റ്റിംഗ് മൈ ലവ് ഇൻ ടു മൈ ലൈഫ് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു ഫോർമേഷനാണ്. നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്ന ഒരു ഫോർമേഷനാണ്. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ അത്രയധികം നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയധികം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരാണ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും അവരുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഒരു പ്രണയം ഉള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം നെഗറ്റീവ് സിറ്റുവേഷൻസ് ലൈഫിൽ ഉള്ള സമയത്ത് പോലും ഈ വ്യക്തി നിങ്ങൾക്കായിട്ടുള്ള ആ ഒരു പ്രണയത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിന് അവരെ നിങ്ങൾ അംഗീകരിച്ചേ മതിയാവൂ എന്നുള്ള ഒരു വ്യക്തതയാണ് ഇവിടെ നമുക്ക് ഈ കാർഡ് തരുന്നത്. എഗെയിൻ അഡ്ജസ്റ്റന്റ് പോസിബിലിറ്റീസ്. ഓക്കെ, അപ്പൊ എന്ത് സാഹചര്യമാണോ ഒപ്പോസ് ചെയ്യുന്നത്, നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരാൻ കഴിയാത്ത സിറ്റുവേഷൻ ആയിരിക്കും എങ്കിൽ പോലും ഈ ഒരു നിമിഷത്തിൽ ആ വ്യക്തി ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അരികിലേക്ക് വരാൻ ഇനിയും എന്ത് പോസിബിലിറ്റീസ് ആണ് അവർക്ക് ലഭിക്കുന്നത്. അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങളുടെ അരികിൽ വരാനായിട്ട്. അവർ അത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ട്, അത്രയധികം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവുമായിട്ട് ഈ വ്യക്തി ആ ഒരു പോസിബിലിറ്റീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. മീൻസ് അവർ ട്രൈ ചെയ്യാണ്. ഓക്കെ, തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ വളരെ സീക്രട്ടായിട്ട് തന്നെ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്, നിങ്ങളെ ആരാധിക്കുന്നുണ്ട്. അതായത് അത്രയും ഡീപ്പർ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ആണ് അവർക്ക് നിങ്ങളോടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഇതുവരെയും നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സ് ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു മൊമെന്റിൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അത്രയധികം ഡീപ്പ് ആയിട്ടുള്ള ഒന്നാണ് എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ലവ് മെസ്സേജ്.